ഹായ്, ഈ ശബ്ദം നിങ്ങൾക്ക് പരിചിതമാണോ? ലോകത്തിലെ ഏതൊരു കുട്ടിക്കും മുതിർന്നവർക്കും കണ്ണടച്ച് കേട്ടാലും ഈ ശബ്ദം തിരിച്ചറിയാൻ പറ്റും. അതാണ് ലെഗോ. പല മാതാപിതാക്കളും എന്നോട് ചോദിക്കാറുണ്ട്, സാറേ, ഈ ലെഗോക്ക് എന്തിനാ ഇത്രയും വില? ഇത് വെറും പ്ലാസ്റ്റിക് കട്ടകളല്ലേ? 10 രൂപക്ക് പ്ലാസ്റ്റിക് കളിപ്പാട്ടം കിട്ടില്ലേ എന്ന്. ശരിയാണ്, ഇത് പ്ലാസ്റ്റിക്കാണ്. പക്ഷേ കുട്ടികളുടെ തലച്ചോറിൻ്റെ വളർച്ചയുടെ കാര്യത്തിൽ ഇത് സ്വർണത്തേക്കാൾ വിലപിടിപ്പുള്ളതാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ലെഗോയുടെ അത്ഭുതകരമായ ചരിത്രവും എന്തുകൊണ്ട് ഇത് കുട്ടികൾക്ക് നിർബന്ധമായും നൽകണമെന്നുമാണ്. കടയിൽ പോയാൽ ഏത് നിറത്തിലുള്ള ബോക്സ് വാങ്ങണം എന്നുകൂടി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. 1932 ഡെൻമാർക്കിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒലേകിർക്ക് എന്നൊരു മരപ്പണിക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം തടി കൊണ്ട് വീട്ടുപകരണങ്ങൾ ഉണ്ടാക്കുന്ന ആളായിരുന്നു. പക്ഷേ സാമ്പത്തിക മാന്ദ്യം വന്നപ്പോൾ കച്ചവടം കുറഞ്ഞു. ജീവിക്കാൻ നിവൃത്തിയില്ലാതെ അദ്ദേഹം മരം കൊണ്ട് ചെറിയ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അദ്ദേഹം തൻ്റെ കമ്പനിക്ക് പേരിട്ടു ലെഗോ. ഡാനിഷ് ഭാഷയിലെ ലെഗ് ഗോട്ട് എന്ന 2 വാക്കുകളിൽ നിന്നാണ് ഇത് വന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? പ്ലേ വെൽ, നന്നായി കളിക്കുക. പിന്നീട് അദ്ദേഹത്തിൻ്റെ വർക്ക്ഷോപ്പിൽ വലിയൊരു തീപിടുത്തമുണ്ടായി. എല്ലാം കത്തി നശിച്ചു. പക്ഷേ അദ്ദേഹം തോറ്റില്ല. തടിയിൽ നിന്ന് പ്ലാസ്റ്റിക്കിലേക്ക് മാറി. പരാജയങ്ങളിൽ നിന്ന് എങ്ങനെ ഉയർത്തെഴുന്നേൽക്കാം എന്നതിൻ്റെ വലിയ ഉദാഹരണമാണ് ലെഗോയുടെ ചരിത്രം. ഇനി ഇതിൻ്റെ ഗുണങ്ങളിലേക്ക് വരാം. ഏറ്റവും പ്രധാനം ഫൈൻ മോട്ടോർ സ്കിൽസാണ്, അതായത് വിരലുകൾക്കുള്ള വ്യായാമം. ഈ കട്ടകൾ തമ്മിൽ യോജിപ്പിക്കാൻ കുട്ടിക്ക് നല്ല ബലം വേണം. അതുപോലെ അത് തിരിച്ചെടുക്കാൻ അതിലേറെ ബലം വേണം. കുട്ടിയുടെ വിരലുകൾക്ക് ഇതിലും നല്ലൊരു ജിം വേറെയില്ല. നാളെ സ്കൂളിൽ പോയി പെൻസിൽ പിടിച്ച് എഴുതേണ്ട കൈകളാണ്. അതിന് ബലം കിട്ടാൻ ലെഗോ സഹായിക്കും. രണ്ടാമത്തെ കാര്യം ക്രിയേറ്റിവിറ്റി. ഒരു ബാറ്ററി കാർ വാങ്ങി നൽകിയാൽ അത് ആ കാർ മാത്രമാണ്. കുട്ടിക്കത് ഓടിക്കാം, നോക്കി നിൽക്കാം. പക്ഷേ ഒരു ബോക്സ് ലെഗോ കൊടുത്താൽ അത് കാറാക്കാം, വീടാക്കാം, റോക്കറ്റാക്കാം, എന്തുമാക്കാം. ഇതിനെയാണ് ഓപ്പൺ എൻഡഡ് പ്ലേ എന്ന് പറയുന്നത്. ഇതാണ് ലെഗോ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം. ലെഗോ വെച്ച് കളിക്കുമ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് തകർന്നു വീഴും. കുട്ടിക്ക് ദേഷ്യം വരും, സങ്കടം വരും. പക്ഷേ അവർ അത് അവിടെ ഇട്ടുപോകില്ല. അവർ അത് വീണ്ടും ഉണ്ടാക്കും. ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ തളരാതെ വീണ്ടും പരിശ്രമിക്കാനുള്ള റെസിലിയൻസ് ലെഗോ കുട്ടികളെ പഠിപ്പിക്കുന്നു. അതുപോലെ എൻജിനീയറിങ്ങിൻ്റെ ബാലപാഠങ്ങളായ ബാലൻസ്, സിമെട്രി അവർ അറിയാതെ തന്നെ പഠിച്ചു പോവുകയുമാണ്. ഇനി ലെഗോ വാങ്ങാൻ കടയിൽ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അവിടെ പല നിറത്തിലുള്ള ബോക്സുകൾ കാണാം. ഇത് വെറും ഡിസൈൻ അല്ല, ഓരോ നിറവും ഓരോ പ്രായക്കാർക്കുള്ളതാണ്. പച്ച അല്ലെങ്കിൽ ചുവപ്പ് ബോക്സ്, ലെഗോ ഡുപ്ലോ. ഇതിൽ വലിയൊരു മുയലിൻ്റെ ചിത്രം കാണാം. ഇതാണ് ഡുപ്ലോ. ഇത് 1.5 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ളതാണ്. ഇതിലെ കട്ടകൾ വലുതായിരിക്കും, കുട്ടികൾ വിഴുങ്ങില്ല. ചെറിയ കുട്ടികൾക്ക് ദയവ് ചെയ്ത് ഇത് മാത്രം വാങ്ങി നൽകുക. ഇനിയുള്ളത് മഞ്ഞ ബോക്സ്, അതായത് ലെഗോ ക്ലാസിക്. ഇതാണ് ഒറിജിനൽ ലെഗോ. കടും മഞ്ഞ നിറത്തിലുള്ള ബോക്സ്. ഇതിൽ പ്രത്യേകിച്ച് തീമൊന്നുമില്ല. കുട്ടിക്ക് സ്വന്തമായി വീടോ കാറോ മൃഗങ്ങളോ എന്തു വേണമെങ്കിലും ഭാവനയിൽ ഉണ്ടാക്കാം. 4 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് അവരുടെ ക്രിയേറ്റിവിറ്റി വളർത്താൻ ഏറ്റവും മികച്ചത് ഈ മഞ്ഞ ബോക്സാണ്. ഇനിയുള്ളത് നീല ബോക്സ്. ഇത് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആണ്. പോലീസ് സ്റ്റേഷൻ, ഫയർ എൻജിൻ, ട്രെയിൻ എന്നിവയൊക്കെയാണ് ഇതിലുണ്ടാവുക. സമൂഹം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ 5 വയസ്സ് കഴിഞ്ഞവർക്ക് ഇത് നൽകാവുന്നതാണ്. അടുത്തതായി കറുപ്പ് ബോക്സ്, ലെഗോ ടെക്നിക് ഓർ ഐക്കൺസ്. ഇത് കുട്ടിക്കളിയല്ല, മുതിർന്ന കുട്ടികൾക്ക്. 9 വയസ്സോ അതിലധികമോ ഉള്ളവർക്കും എന്നെപ്പോലെ നമ്മളെപ്പോലെ മുതിർന്നവർക്കുമുള്ളതാണ്. ഇതിൽ ഗിയറുകൾ, മോട്ടോറുകൾ ഒക്കെ വരും. എൻജിനീയറിംഗ് പഠിക്കാൻ ഇത് സൂപ്പറാണ്. ലെഗോക്ക് ഒരൊറ്റ ദോഷമേ ഉള്ളൂ. വീട്ടിൽ നിലത്ത് കിടക്കുന്ന ലെഗോ കട്ടയിൽ അബദ്ധത്തിൽ ചവിട്ടിയാൽ ആ വേദന അത് അനുഭവിച്ചവർക്കേ അറിയൂ. അതുകൊണ്ട് കളിച്ചു കഴിഞ്ഞാൽ ഉടനെ ബോക്സിലിട്ട് വെക്കാൻ കുട്ടികളെ പരിശീലിപ്പിക്കുക. ഇതിന് ടൈഡി അപ്പ് സ്കിൽ എന്നും പറയും.
നമ്മൾ ഇത്രയും നേരം സംസാരിച്ച ഈ ചെറിയ പ്ലാസ്റ്റിക് കട്ടകൾക്ക് പിന്നിൽ ഇന്ന് എത്ര വലിയൊരു ലോകമുണ്ടെന്നറിയാമോ? ആ പഴയ മരപ്പണിക്കടയിൽ നിന്നും തുടങ്ങിയ ലെഗോ ഇന്ന് 54 രാജ്യങ്ങളിലായി 1079 ലെഗോ സ്റ്റോറുകളുള്ള ഒരു ഭീമനായി വളർന്നു കഴിഞ്ഞു. ഇവരുടെ ഓഫീസ് സൗകര്യങ്ങൾ മാത്രം 42 സ്ഥലങ്ങളിലാണ് ഉള്ളത്. ബോസ്റ്റണിൽ പുതിയൊരു ഹെഡ് ഓഫീസ് വരെ വരുന്നുണ്ട്. ഇനി നമ്മൾ ഈ കാണുന്ന കട്ടകൾ എവിടെയാണ് ഉണ്ടാക്കുന്നതെന്നറിയാമോ? ഡെൻമാർക്ക്, ഹംഗറി, മെക്സിക്കോ, ചൈന, ചെക്ക് റിപ്പബ്ലിക്, വിയറ്റ്നാം തുടങ്ങിയ 6 വമ്പൻ രാജ്യങ്ങളിലെ ഫാക്ടറികളിൽ രാപ്പകലില്ലാതെ ഇതിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. അതുകൊണ്ടും തീർന്നില്ല. അമേരിക്കയിലെ വിർജീനിയയിൽ 7ാമത്തെ ഒരു ഫാക്ടറി കൂടി പണി നടന്നുകൊണ്ടിരിക്കുന്നു. 2027 അത് തുറക്കും. അതിനായി അവർ മുടക്കുന്നത് എത്രയാണെന്നറിയാമോ? $1.5 ബില്യൺ, അതായത് ഏകദേശം 12,000 കോടി ഇന്ത്യൻ രൂപ. ആലോചിച്ചു നോക്കൂ, വെറും ഒരു കളിപ്പാട്ടത്തിന് വേണ്ടി ഇത്രയും വലിയൊരു സാമ്രാജ്യം. അപ്പോൾ ഇതിൽ എന്തോ കാര്യമായിട്ട് ഉണ്ടെന്ന് ഉറപ്പല്ലേ? അതുകൊണ്ട് അടുത്ത തവണ കളിപ്പാട്ടക്കടയിൽ പോകുമ്പോൾ വില കൂടിയ റിമോട്ട് കാറിന് പകരം ധൈര്യമായി ഒരു ബോക്സ് ലെഗോ വാങ്ങി കൊടുക്കൂ. നിങ്ങൾ അവർക്ക് നൽകുന്നത് വെറും ഒരു കളിപ്പാട്ടമല്ല, ലോകം മുഴുവൻ അംഗീകരിച്ച വരും തലമുറയെ വാർത്തെടുക്കുന്ന ഒരു ടൂളാണ്. നിങ്ങളുടെ വീട്ടിൽ ലെഗോ ഉണ്ടോ? കുട്ടികൾക്ക് അത് ഇഷ്ടമാണോ? കമൻറ്റ് ചെയ്യൂ. ഹാപ്പി പേരൻറ്റിങ്.